നമസ്കാരം. സത്യം ഷൂലൈസ് ഇടുമ്പോഴേക്കും നുണ ബ്ലൂടിക്ക് വാങ്ങിയിട്ടുണ്ടാകും എന്ന് കേട്ടിട്ടുണ്ടോ? എന്തായാലും ബ്ലൂടിക്ക് വീഴും മുമ്പ് ചില സത്യങ്ങൾ നമുക്ക് നോക്കാം. മനോരമയുടെ നുണ റോക്കറ്റിനെ നാസയിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ന് മന്ത്രി എം പി രാജേഷ്. സണ്ണി ജോസഫിന്റെ മാണി പ്രേമത്തെ തളർത്തിയതാകട്ടെ മാങ്കൂട്ടം ചോദ്യവും. പി ദിവ്യയെ കണ്ടവർ കെ ബാബുവിനെ ലോക്കലാക്കി. വാർത്തയിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് മനോരമയുടെ ഒരു വാർത്ത തന്നെ വായിക്കാം. ഫസ്റ്റ് ഓൺ മനോരമ ന്യൂസ്. മന്ത്രിക്ക് എക്സൈസ് എസ്കോർട്ട്. അതിൽ തന്നെ പറയുന്നു, വിചിത്ര പരിഷ്കാരവുമായി എക്സൈസ് കമ്മീഷണർ. എക്സൈസ് മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ നിർദ്ദേശം. സുരക്ഷ ഒരുക്കുന്ന ദിവസം മറ്റു ജോലികൾ വേണ്ട. എന്താണല്ലേ ഇത് കേൾക്കാൻ നേരത്ത് നമുക്ക് എം പി രാജേഷിനോടും മന്ത്രികളോടൊക്കെ വലിയ ദേഷ്യം തോന്നും. കാരണം ഒരു മന്ത്രിക്ക് എന്തൊരു ധാർഷ്ട്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ എന്താണ് വസ്തുത എന്ന് നോക്കാം. മന്ത്രിക്ക് എസ്കോർട്ട് വേണമെന്ന് എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ മനോരമ പത്രത്തിൽ, അതുപോലെ തന്നെ മനോരമ ചാനലിൽ വന്ന ഓൺലൈനിൽ വന്ന വാർത്തയൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവം നമുക്ക് നോക്കാം. ഇതിന്റെ ഈ ഒരു വ്യാജ വാർത്തയുടെ വാസ്തവം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: മന്ത്രിക്ക് എക്സൈസ് എസ്കോർട്ട് പോകാൻ കമ്മീഷണറുടെ ഉത്തരവ് എന്നതാണ് ഇന്നത്തെ വിവാദ വാർത്ത. അതുടൻ കാർഡാക്കി ലക്ഷക്കണക്കിന് ആളുകളിൽ എത്തി. മന്ത്രി പറഞ്ഞു, കമ്മീഷണർ ഉത്തരവിട്ടു എന്ന് കുറച്ചുപേർ വിശ്വസിച്ചേക്കാം. 3.5 വർഷമായി മന്ത്രിയായിട്ട് മന്ത്രിക്ക് എസ്കോർട്ട് പോവുകയല്ല എക്സൈസിന്റെ ജോലി എന്നതിൽ എനിക്ക് സംശയമില്ല. ഇതുവരെ ഇല്ലാത്ത പുതിയ എസ്കോർട്ടിന്റെ ആവശ്യം ഇപ്പോൾ തീരെയില്ല. വാർത്ത വരുമ്പോൾ ഞാൻ കിലയിൽ മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ഒരു ഔദ്യോഗിക യോഗത്തിലായിരുന്നു. ആ യോഗം 3 മണിക്കൂർ നീണ്ടു. കമ്മീഷണറുമായി നേരിട്ട് സംസാരിക്കാനായിട്ടില്ല. അദ്ദേഹത്തെ എന്റെ ഓഫീസ് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഉത്തരവ് ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി ജില്ലയിൽ വരുമ്പോൾ അതാത് ഇടങ്ങളിലെ എൻഫോഴ്സ്മെന്റ് പുരോഗതി നേരിട്ട് ധരിപ്പിക്കണം എന്ന നിർദ്ദേശം മാത്രമാണത്രേ നൽകിയത്. എക്സൈസിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ വലിപ്പച്ചെറുപ്പമില്ലാതെയും മുഖം നോക്കാതെയും സ്വീകരിച്ചു വരികയാണ്. അത് ശക്തമായി തുടരും. കുബുദ്ധികൾ വിവാദമുണ്ടാക്കിയത് കൊണ്ടൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. എക്സൈസ് അവരുടെ ജോലി മാത്രമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തവരോടും സേനയുടെ അച്ചടക്കം പാലിക്കാത്തവരോടും വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇനി തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ഇങ്ങനെ പലതും പ്രതീക്ഷിക്കാം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതൊക്കെ ധാരാളം നേരിട്ടിട്ടുള്ളതാണ് എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പിന്നാലെ തന്നെ സോണിയുടെ വീട്ടിൽ പോറ്റി കയറിയതിനെ പറ്റിയൊക്കെ ഇന്ന് മന്ത്രി പറയുന്ന ഒരു കാഴ്ച കണ്ടു. പോറ്റി എന്ന വാക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മിണ്ടാത്തതെന്നും ഇന്ന് മാധ്യമങ്ങളോട് എം പി രാജേഷ് ചോദിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ശബരിമലയിലെ വിഷയം ഇപ്പോൾ UDF ഉയർത്തുന്നില്ലല്ലോ, അവർ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പിന്നോക്കം പോയതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പോറ്റിയെ കേറ്റിയെ എന്നതായിരുന്നല്ലോ അവരുടെ പാട്ട്, ഇപ്പോൾ അവർ അത് പാടുന്നില്ല. പോറ്റി ശബരിമലയിൽ കയറിയത് 2004-ലാണ്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി KC വേണുഗോപാലാണ് എന്നങ്ങ് പറഞ്ഞുകൊണ്ടി തന്നെ. അതായത് ഈ KC എന്ന് പറയുന്ന പേര് കേട്ടതും മാപ്രകളുടെ ഇൻട്രസ്റ്റ് മൊത്തം ഒന്ന് പോയി. മാധ്യമങ്ങൾ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊന്നും സതീഷിനോടും സണ്ണി ജോസഫിനോടും ഒന്നും ചോദിക്കില്ല. അതറിയാൻ പറ്റും. കാരണം സ്വർണം കട്ടവനാരപ്പ സഖാക്കളല്ല അയ്യപ്പ എന്ന് മനസ്സിലായതോടെ ഈ മാപ്രകളും മാധ്യമങ്ങളും ഇതൊക്കെ അടച്ചുപൂട്ടി വെച്ചല്ലോ. അതോടെ ഇവരും ഈ സംഭവമൊക്കെ വിട്ടു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, ഫസ്റ്റ് ഓൺ മനോരമ, ഈ സാധനം ഒന്നും ഇപ്പൊ ഇല്ല കേട്ടോ. എന്തായാലും പക്ഷെ സോണിയാഗാന്ധിക്ക് അമ്പലക്കള്ളന്മാരുമായുള്ള ബന്ധം അത് അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് എന്നതാണ് പറയാനുള്ളത്. ഇനി കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടാണ് ഉള്ളതെന്നും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ആ നിലപാടെന്നും ഇന്നലെ ജോസ് കെ മാണി, അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ, വ്യക്തമാക്കിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും വ്യാജ വാർത്ത മെനയാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ മാപ്രകൾ. അതിൽ എല്ലാം വലതുപക്ഷ സ്വഭാവമുള്ള മാപ്രകളും വരും. ഇന്ന് സണ്ണി ജോസഫിനോട് ഇതുമായി ഒരു മാധ്യമം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു. ജോസ് കെ മാണിയുടെ അടുത്ത് അല്ലെങ്കിൽ ജോസ് കെ മാണിയുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് സണ്ണി ജോസഫ് നൽകിയ ഉത്തരം നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇല്ല, ഞങ്ങൾക്ക് അറിയില്ല. UDFന്റെ യോഗം ചേർന്നിട്ട് കുറച്ചായി. അസംബ്ലി സമ്മേളനത്തോടുകൂടിയ മറ്റു ചർച്ചകളിലേക്കൊക്കെ കിടക്കാം. എത്ര തന്ത്രപരമായിട്ടാണല്ലേ സണ്ണി ജോസഫിന്റെ പ്രതികരണം നടത്തിയിട്ടുണ്ടാകാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതി നിങ്ങൾക്കും തോന്നിയോ? നിങ്ങളത് ശ്രദ്ധിച്ചോ? ഇല്ല എന്ന് പറയാത്തത് എന്താണ് നമ്മുടെ സണ്ണി ജോസഫ് അല്ലെ? കേരള കോൺഗ്രസ് എം പാർട്ടിയെ, അതായത് മാണി ഗ്രൂപ്പിനെ സംശയ നിലയിൽ നിർത്താനും അവർക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടി അവസരം കൊടുക്കുന്നതിന്റെ ഒരു സിഗ്നലായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. എന്നാൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തെയും സീനാദേവി കുഞ്ഞമ്മയൊക്കെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മാപ്രകൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്നുകൂടി ഒന്ന് കണ്ടുകൊള്ളൂ. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഒരു പരാതി KPCC അധ്യക്ഷന് ലഭിച്ചിട്ടുണ്ടോ? ഒന്നും ഞാനും അതിന്റെ ശ്രദ്ധയപ്പെട്ടില്ല. ഞാൻ ഈ സമരപന്തലിലായിരുന്നു.
എത്ര ഭംഗിയായിട്ടാണല്ലേ ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ ഇതൊന്നും ബ്രേക്കിംഗ് ന്യൂസ് അല്ല. സണ്ണി ജോസഫ് ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞ് ആരും ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയോ അതിന്റെ പേരിൽ ഒരു അന്തിച്ചർച്ചയൊന്നും നടത്തില്ല. അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും ഇവർക്കൊക്കെ നമ്മുടെ മാപ്രകൾ കൊടുക്കുന്ന പ്രിവിലേജും. ഇനി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് പുതിയൊരാളെ നിയമിച്ചത് PP ദിവ്യയെ ഒഴിവാക്കി എന്ന തലക്കെട്ടിട്ടാണ് മാധ്യമങ്ങൾ ഇന്ന് കൊണ്ടാടിയതും അത് വലിയ വാർത്തയാക്കിയതും. സംസ്ഥാന പ്രസിഡന്റ് അടക്കം പല ചുമതലയിലും ഉള്ള ആളുകളുമൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ അതൊന്നും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനം മാത്രമേ മാറിയിട്ടുള്ളൂ, അത് ദിവ്യയെ ഒഴിവാക്കിയതാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇന്ന് പല തലക്കെട്ടുകളും നമ്മൾ കണ്ടത്. പല വാർത്തകളെയും പൊതുവായിട്ടുള്ള സ്വഭാവവും അത് തന്നെയായിരുന്നു. ഒപ്പം പുട്ടിന് പീര പോലെ നവീൻ ബാബു കേസും ഇടത് വിരുദ്ധ മാധ്യമങ്ങൾ വാർത്തയിൽ ഉൾപ്പെടുത്തുന്ന കാഴ്ച കൂടി കാണാൻ സാധിച്ചു. രാഹുൽ മാങ്കൂട്ടം വാർത്തയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ എന്നാ പാടാറാവൂവേ എന്ന് ചോദിക്കാതെ വയ്യ. ദിവ്യയെ സൈബർ ആക്രമികൾക്ക് എറിഞ്ഞുകൊടുത്ത് കുത്തിത്തിരിപ്പ് ഫാക്ടറികൾ ആറാടുമ്പോഴും ചിലതൊക്കെ ഈ സന്ദർഭത്തിലും പറയാതെ വയ്യ. ഈ കേസിൽ എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി 2025 ഏപ്രിലിൽ സുപ്രീം കോടതി പരിഗണിക്കുന്ന സമയത്ത് അത് തള്ളുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. CBIക്ക് കൈമാറാൻ തക്ക സാഹചര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞത് ആരാണ്? അത് കോടതിയാണ്, സുപ്രീം കോടതിയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ എന്താണ് കോടതി പറഞ്ഞത്? ഒരാൾ പരസ്യമായി വിമർശിച്ചു എന്നതുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യണമെന്നില്ല, എല്ലാ കേസുകളിലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാകില്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്നിട്ടും ഇന്നും ആ പേരും പറഞ്ഞല്ലേ PP ദിവ്യയെ വേട്ടയാടുന്നത്. എന്നിട്ടും എന്തിനാണ് ഈ ഇത്തരം വിധികളൊക്കെ വന്നിട്ടും PP ദിവ്യയെ മാധ്യമങ്ങൾ വേട്ടയാടുന്നത്? അവർ ഒരു സഹാത്തിയായതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ്. അതായത് മരിച്ചത് നവീൻ ബാബു ആണെങ്കിൽ പ്രതി ദിവ്യ തന്നെ ആകണമെന്ന് അവർക്ക് നിർബന്ധമാണ്. ആർക്ക്? മാധ്യമങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെ PP ദിവ്യയെ കൊത്തിപ്പറയ്ക്കാൻ വേണ്ടി സൈബർ കൂട്ടങ്ങൾക്ക് ഇറങ്ങി കൊടുക്കുകയാണ് മാപ്രകൾ. ഇനി ഫാക്റ്റുള്ള ചില വാർത്തകളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൂടി ചില മാധ്യമങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് വലതുപക്ഷ നേതാക്കൾക്കെതിരെ വരുന്ന വ്യാജ വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യം കൂടി നിങ്ങൾ പഠിച്ചുകൊണ്ടു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് നേതാവ്, അതായത് തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള K ബാബുവിന് ഇന്ന് കോടതി ഒരു സമൻസ് അയച്ചിട്ടുണ്ട്. എത്ര മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത്തരം വാർത്തയൊന്നും വിസ്മയമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 2007 ജൂലൈ 1 മുതൽ 2016 ജനുവരി 26 വരെയുള്ള കാലത്ത് K ബാബു വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി ED കണ്ടെത്തിയിരുന്നു. അതായത് വിജിലൻസ് നടത്തിയ അന്വേഷണത്തെ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ED കേസെടുത്ത് അന്വേഷണം നടത്തിയത്. 25 ലക്ഷത്തിന്റെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയ ED കേസിൽ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ നമ്മുടെ K ബാബുവിന് കോടതി സമൻസ് അയച്ചത്. കേസെടുത്തതിന് പിന്നാലെ 2020 ജനുവരിയിൽ ബാബുവിന്റെ മൊഴി ED അന്ന് രേഖപ്പെടുത്തിയിരുന്നതാണ്. നിയമവിരുദ്ധമായി നേടിയ പണം സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങി സ്വത്തിന്റെ ഭാഗമാക്കി എന്നതായിരുന്നു EDയുടെ അന്നത്തെ കണ്ടെത്തൽ. 2007 ജൂലൈ 1 മുതൽ 2016 ജനുവരി 25 വരെയുള്ള കാലഘട്ടത്തിൽ K ബാബു 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു അന്നത്തെ വിജിലൻസ് കേസ്. 2016 ബാബുവിനെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഒരു അന്തിച്ചർച്ചയ്ക്കുള്ള വകുപ്പില്ലേ, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് അത് തോന്നുന്നില്ലേ? എന്നാൽ നാളത്തെ പത്രത്തിൽ ആരും കാണാത്ത പേജിലെ ചെറിയ കോളത്തിൽ പ്രതീക്ഷിച്ചാൽ മതി. ഈ വാർത്ത ഇതുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.